സർവമേവാപ്നോതി സർവമൃത്യുനിവാരണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ഇന്നലെ നാരായണ സമ്പൂർണമായതിനാൽ പാരായണം ചെയ്തിരുന്നില്ല. ഇന്ന് ദശമസ്കന്ധത്തിലെ 85-ാമത്തെ അധ്യായം. വസുദേവർ തൻ്റെ ഭഗവാന്റെ തത്വങ്ങൾ ചോദിച്ചറിയുന്നതും ഭഗവാൻ സാന്ദീപനി മുനിക്ക് തൻ്റെ മരിച്ചുപോയ മകനെ ഗുരുദക്ഷിണയായി കൊടുത്തു എന്നറിഞ്ഞ ദേവകീ ദേവി തൻ്റെ മരിച്ചുപോയ മക്കളെയൊക്കെ കാണാൻ സാധിക്കുമോ എന്ന് ഭഗവാനോട് ചോദിക്കുകയും ഭഗവാൻ അവരെയൊക്കെ കൊണ്ടുവന്ന് ദേവകീ ദേവിക്ക് കാണിച്ചു കൊടുക്കുന്നതും മറ്റു പലതുമാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാത്. ശ്രീഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ശ്രീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത് കഥാ പ്രകാശേ മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം. തം നമാമി ഹരിം വരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം ജന്മാദസ്യേതോന്മയാദിതരദച്ചാർത്തേഷവിജ്ഞസ്വര തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. ധർമ്മപ്രോജിത കൈതഗോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുത്തതേ പ്രകൃതി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമുദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭൂമികാമുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 85-ാമത്തെ അധ്യായം. ഭഗവാൻ ഭഗവത് തത്വങ്ങളെ ചോദിച്ചറിയുകയും കൃഷ്ണരാമന്മാർ ദേവിയുടെ മരിച്ച മക്കളെ കൊണ്ടുവന്ന് നൽകുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ദശമസ്കന്ധം 85-ാം അധ്യായം. അത ദശമസ്കന്ധ 85-തമോധ്യായ. ശ്രീബാദരായണീരുവാച. അധീഗതാത്മജോ പ്രാപ്തോ കൃതപാദാഭിവന്ദനോ വസുദേവോഭിനന്ദ്യാഃ നിത്യാസംഘർഷണാച്യുതോ. ഓം നമോ ഭഗവതേ വാസുദേവായ. മുനീനം സവജശ്രോത്വാ പുത്രയോധാമസൂചകം തദ്വീര്യജാത വിശ്വംഭ
പരിഭാഷ്യാഭ്യഭാഷത. കൃഷ്ണമഹായോഗിൻ സംഘർഷണ സനാതന ജാനേ വാമസ്യ യത്സാക്ഷാൽ പ്രധാന പുരുഷോപരം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന ജാനേ വാമസ്യ സാക്ഷാത് പ്രധാന പുരുഷോപരോ. യത്രയേന യതോദ്യസ്യ യസ്മൈ യദ്യത് യഥാ യഥാ സ്യാദിദം ഭഗവാൻ സാക്ഷാത് പ്രധാന പുരുഷോ പുരുഷേശ്വര. ഏതന്നാനാവിധം വിശ്വം ആത്മസൃഷ്ടമതോക്ഷജ ആത്മനാനു പ്രവിശ്യാത്മൻ പ്രാണോ ജീവോ വിപശ്യജ. പ്രാണാദീനാം വിശ്വസുജാ ശക്തിയോ യാ പരസ്യത പാരതന്ത്രാ വൈസാദശാക്തയോശ്ചേഷ്ടൈവ ചേഷ്ടതാ. കാന്തിസ്തേജ പ്രഭാസത്താ ചന്ദ്രാജ്ഞാസ്ത കാക്ഷ വിദ്യുതാം യത്സൈര്യം ഭൂഭൃതാം ഭൂമേർ ഭവാൻ. തർപ്പണം പ്രാണനാമവാം ദേവത്വം ദാസ്യതത്രസ ഓജസ്സഹോ ബലം ജ്യേഷ്ഠ യഥേർവായോസ്തവേശ്വര. വിഷാപ്താമവകാശോസി വിഷഘം സ്ഫോട ആശ്രയ നാദോ വർണ്ണസ്ത്വമോങ്കാര ആകൃതീന പൃഥകൃതി. ഇന്ദ്രിയം തുന്ദ്രിയാണാം ത്വം ദേവാശ്ച തദനുഗ്രഹ അവബോധോ ഭവാൻ ബുദ്ധേ ജീവസ്യാനുസ്മൃതി സതി. ഭൂതാനാമസി ഭൂതാദി ഇന്ദ്രിയാണാം ച തേജസ വൈകാരികോ വികൽപ്പാനാം പ്രധാനമനുഷായിനാം. നശ്വരേഷിഹഭാവേഷു തദസി ത്വമനശ്വരം യഥാ ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം. സത്വം രജസ്തമൈതി ഗുണാസ്തവൃത്തയശ്ചയ ത്വയ്യഥാ ബ്രാഹ്മണി പരേ കൽപ്പിതാ യോഗമായയാ. തസ്മാന്ന സന്ധ്യമേ ഭാവായ ഹി ത്വവികൽപിതാ ത്വം ചാമേഷു വികാരേഷു യന്യന്താ വ്യാവഹാരിക. ഗുണപ്രവാഹേകസ്മിന്ന ബുദ്ധാസ്വാഖിലാത്മനാ ഗതേ സൂക്ഷ്മമബോധേന സംസാരാന്തീഹ കർമ്മഭി. യദൃച്ഛയാന് കൃതാം പ്രാപ്യ സുകൽപ്പാമിഹ ദുർലഭം സ്വാർത്ഥേ പ്രമത്യസ്യ വയോ ഗതം തന്മായ ഈശ്വരാം. അസാവഹം മമൈവൈദേ ദേഹേ ചാസ്യാന്വയാദിഷു സ്നേഹപാശേ നിബധ്നാതി ഭവാൻ സർവമിദം ജഗത്. യുവാനന സുതോ സാക്ഷാത് പ്രധാന പുരുഷേശ്വരോ ഭൂഗാനക്ഷത്രക്ഷവണ അവതീർണോ തദത്തഃ. പ്രത്യേകതോ സ്മരണമന്ത്യപദാരവിന്ദ മാവന്നപാം സ്വരിഹയാപമാർഗബന്ധു ഏതാവതാലമലമിന്ദ്രിയലാലസേന മധ്യാത്മതൃത്വയി പരേയദപത്യബുദ്ധി. സുദീഗൃഹേനു ജഗാദ സുദീഗൃഹേനു ജഗാദ ഭവാനജോനൗ സംജജ്ഞ ഇത്യനുയുഗം നിജധർമ്മമുക്തൈ നാനാദാനോർ ഗഗനവദ്വിദഗ്ധഹാസി കോ വേദഭൂമ്ന ഉരുഗായ വിഭൂതിമായാം. ശ്രീശുഗോവാച ആകർണ്യേതം വിദുർവാക്യം ഭഗവാൻ സാത്വദർശഭ പ്രത്യാഹ പ്രശ്രയാനമ്ര രഹസൻ സൃഷ്ണയാ ഗിര. ശ്രീ ഭഗവാനുവാച വജോവസമവേദാഖം ഉദുവന്മഹേ യന്ന പുത്രാൻ സമുദ്ദിശ്യ തത്വഗ്രാമ ഉദാഹൃത. അഹം യൂയമസാവാര്യ ഇമേ ദ്വാരകൗകസ സർവേപ്യേകം യദുശ്രേഷ്ഠാ വിമൃശാ സചരാചരം. ആത്മാഖ്യേക സ്വയം ജ്യോതിർനിത്യോന്യോ നിർഗുണോ ഗുണൈ ആത്മസൃഷ്ടൈസ്തത്കൃതേഷു ഭൂതേഷു ബഹുധേയതേ. ഓം ശ്രീകൃഷ്ണായ നമ. തൻ്റെ അച്ഛൻ ഭഗവത് തത്വത്തെക്കുറിച്ച് പറഞ്ഞു കേട്ട് ഭഗവാൻ വളരെ സന്തോഷിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് സമർത്ഥിക്കുക. ഓം തത്സത് ഗം വായുർജ്യോതിരാപോ ഭൂ തത് ഹൃദേഷു യഥാശയം ആവിസ്ഥിരോദ്ഭൂര്യേകോ നാനാത്വം യാത്യ സാവതി. ശ്രീശുഗോവാച എവം ഭഗവതാ രാജൻ വസുദേവ ഉദാഹൃതം ശ്രുത്വാ വിനിഷ്ടനാനാഹി തൂഷ്ണീം പ്രീതമന അഭൂത്. തത്ര ഗുരുശ്രേഷ്ഠാ ദേവകീ സർവദേവതാ ശ്രുത്വാ നീതം ഗുരു പുത്രാമാത്മജാഭ്യാം സുവിസ്മിതാ. കൃഷ്ണരാമോ സമാശ്രാവ്യ പുത്രാൻ കംസവിഹിംസിതാൻ സ്മരന്തി കൃപണം പ്രാഹ ആ ഭഗവാന്റെ തത്വങ്ങൾ പറയുകയും ആ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് തൻ്റെ മകനായിട്ടുള്ള ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് അറിഞ്ഞ ദേവകി ദേവി തൻ്റെ
ഗുരുനാഥന് എപ്രകാരമാണ് മരിച്ച പുത്രനെ ദക്ഷിണയായി നൽകിയത് എന്നറിഞ്ഞിട്ട് എനിക്കും എൻ്റെ കംസൻ വന്ന മക്കളെ കാണാൻ സാധിക്കുമോ, കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. ദേവക്യുവാച രാമ രാമ പ്രമേയാത്മൻ കൃഷ്ണായോഗീശ്വരീശ്വര വേദാഹം വാ വിശ്വസൃജാം ഈശ്വരാവാദി പുരുഷോ കാലം വിദ്യസ്തത്വാനം യജ്ഞാമുച്ചസ്ഥവർത്തിന ഭൂമേ ഭാരായമാണാനം അവതീർണോ കിലദ്യമേ സംസഭാഗേന വിശ്വോത്പത്തിരലയോദയാ ഭവന്തി കില വിശ്വാത്മം സ്തം ത്വാദ്യാഹം ഗതിം ഗതാ ചിരാമൃത സുധാകാനി ഗുരുണാ കാലചോദിതൗ ആനിന്യതു കൃതിസ്ഥാനാത് ഗുരവേ ഗുരുദക്ഷിണാം. ഗുരുവിന് എപ്രകാരമാണോ നീ ദക്ഷിണ തൻ്റെ പുത്രൻ ഭഗവാൻ തന്നെയാണ് എന്ന് ഉറച്ചറിഞ്ഞു കഴിഞ്ഞ് ദേവകി ദേവി ഗുരുവിന് കൊടുത്തതുമാതിരി കംസൻ കൊന്ന തൻ്റെ പുത്രന്മാരെ കൊണ്ടുതരൂ എന്ന് പറയുന്നു. കഥാമീ കുരുദം കാമം യുവാം യോഗീശ്വരീശ്വരോ ഭോജരാജഹതാൻ പുത്രാൻ കാമയേ ദൃഷ്ടുമാഹൃതാൻ. ഋഷിരുവാച ഏവം സംയോജിതോ മാത്വാ രാമകൃഷ്ണശ്ച ഭാരത സുതലം സംവിശദോ യോഗ മായാമുപസ്ഥിതോ തസ്മിൻ വിശിഷ്ട്യാ ഉപലഭ്യ ദൈത്യരാട് വിശ്വാത്മദേവം സുതരാം തഥാത്മന തദ്ദർശനാഹ്ലാദ പരിപ്ലുതാചയാ സദ്യസമുദായ നമാമസാന്വയാ തയോ സമാനീയവരാസനം മുദാ നിവിഷ്ടയോസ്തത്ര മഹാത്മനോസ്തയോ യഥാരപാദാവനം വനിജ്യതജ്ജലം സവൃന്ദ ബ്രഹ്മദംബുകാം. തൻ്റെ അമ്മയാൽ ഇപ്രകാരം ആഗ്രഹിക്കപ്പെട്ട് ചോദിച്ചപ്പോൾ ശ്രീ ബലരാമസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും സുതലത്തിൽ ചെല്ലുകയും അവിടെ വെച്ച് മഹാബലി വേണ്ട വിധം അവരെ ആദരിച്ച് പൂജിച്ച് സ്തുതിച്ച് ആ കുട്ടികളെ കൊടുക്കുന്നതുമൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. ഓം തത്സത്. സമാഹയാമാസ വിഭൂതിഭിർ മഹാർഗവസ്ത്രാഭരണാനുലേപനെ താംബൂലദീപാമൃതഭക്ഷണാദിഭി സ്വഗോത്രഹിതാത്മസമർപ്പണേന ച. സൈന്ദ്രസേനോ ഭഗവത്പദംബുജം വിബ്രന്നുഃ പ്രേമ വിഭിന്നയാ ധിയാ ഉവാചാനന്ദജലാകുലക്ഷണ ഭഗീക്ഷരോ മാം ഭഗദ്ഗദക്ഷരം. ബലിരുവാച നമോനന്ദായ ബൃഹദേ നമ കൃഷ്ണായ വേദസേ സാംഖ്യയോഗവിധാനായ നമോ നന്ദായ ഭഗവതേ നമ കൃഷ്ണായ വേദസേ സാംഖ്യയോഗവിധാനായ ബ്രഹ്മണേ പരമാത്മനേ. ദർശനം വാസ്യൂദാനാം ദുഷ്പ്രാപം ചാപ്യദുർലഭം രജസ്തമഃ സ്വഭാവാനാം യന്ന പ്രാപ്തോ യദുച്ഛയാ. ദൈത്യദാനവ ഗന്ധർവ സിദ്ധവിദ്യാദ്രചാരണ രക്ഷ പിശാചാശ്ച ഭൂതപ്രമദനായകാ. വിശുദ്ധ സത്വസംനദ്ധാ ത്വയി ശാസ്ത്രശരീരിണി നിത്യം നിബദ്ധവൈരാസ്തേ വയം ജന്യേ ജതാതുഷാ. കേചനോദ്ബദ്ധവൈരേണ ഭക്ത്യാ കേചന കാമദാ ന തഥാ സത്വ സംരബ്ധ്വാ സന്നികൃഷ്ടാ സുരാദയാ. ഇതമിത്തമിതി പ്രായസ്തവ യോഗേശ്വരേശ്വര ന വിദ്യ വിദന്ത്യവി യോഗേശ യോഗമായ കുതോ വയം. തന്ന പ്രസീദ നിരപേക്ഷ വിമൃഗ്യയുഷ്മത് പാദാരവിന്ദ ദിഷണാന്യഗൃഹാന്തകൂപാത് നിഷ്ക്രമ്യ വിശ്വശരണാംഗ്വിപലബ്ധവൃത്തി ശാന്തോ നിരീക ഉദ സർവ സഖൈശ്ചരാമി. സാധ്യസ്മാനീശ്വരവേശാനിഷ്പാവാൻ കുരുന പ്രഭോ ഉമാന്യ ശ്രദ്ധയാ വിഷ്ടം ചോദനായാ വിമുച്യതേ. ഭഗവാനുവാച ആസന്മരീജേ ഷഡ്പുത്ര ഊർണായാം പ്രഥമേന്ദരേ ദേവാകം ജഹ സുർവീച്യാ സുതാം യഭിദുമുദ്യതം. തേനാസുരീ മകൻ യോനി മധുനാവദ്യകർമ്മണ ഹിരണ്യകശിപോർജാത നീതാസ്തേ യോഗമായ. ഓം ശ്രീകൃഷ്ണായ നമ. മരീചിയുടെ 6 പുത്രന്മാരും ശാപം മൂലം മനുഷ്യരായി ജനിക്കണം എന്നുള്ളതുകൊണ്ട് ദേവകിയുടെ ഉദരത്തിൽ ജനിച്ചിരുന്നു. അവരെ കംസൻ വധിച്ചു. അവർക്ക് മോക്ഷം ലഭിക്കേണ്ടവരാണ്, അവരെ എനിക്ക് നൽകണം എന്ന് പറയുകയാണ്. ഓം തസ്സത്. ദേവക്യാ ഉദരീ ജാത രാജൻ കംസവിഹിംസിതാഃ സാധാൻ സോജത്യാത്മജാൻ സ്വാംസ ഇമേ ധ്യാസദേവികേ.
വിധയേ തൻ പണിഷ്യാമോ മാതശോകാവനുത്തയേ തതശ്ശാപാവിനിമുക്ത ലോകം യാസന്തി വിജ്വരാ സ്മരോദ്ഗീത പരിഷ്യങ്ക പതംഗ ശദ്രദൃഘ്രണി ക്ഷമീരേ തത്പ്രസാദേന പുനർയാസ്യന്തി സദ്ഗതിം ഇത്യുക്താദാൻ സമാദായ ഇന്ദ്രസേനേന പൂജിതോ പുനർദ്വാരവതീമേത്യ മാതുപുത്രാനയച്ഛതാം. താൻ ദൃഷ്ട്വാ ബാലകാൻ, അപ്രകാരം ആ 6 പുത്രന്മാരെയും കൊണ്ടുവന്ന് ദേവകി ദേവിയുടെ മുന്നിൽ വെക്കുകയാണ്. ദേവകി ദേവിക്ക് മുലപ്പാൽ ചുരക്കുകയും അവരെയെല്ലാം മുലയൂട്ടുകയും ഒക്കെ ചെയ്ത് തിരിച്ചു കൊടുക്കുന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹസ്നുതസ്തനി പരിഷ്വജ്യാംഗമാരോപ്യ മൂർധന്യ ജിഗ്രത് ഭീഷ്ണശ അപായസ്തനം പ്രീത സുതസ്പർശ പരിപ്ലുത മോഹിരാമായ വിഷ്ണു യയാ സൃഷ്ടി പ്രവർത്തതേ വിദ്വാമൃതം പയസ്തസ്യാപി ശേഷം ഗദാകൃതാ നാരായണാംഗസംസ്പർശ പ്രതിലബ്ധാത്മദർശന. തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകീം നിരന്തരം വിശദാം സർവഭൂതാനാം യയുർധാം യോഗസാ. ദേവകി ദേവിയുടെ സ്ഥലത്തെ കുടിച്ച് പാൽ കുടിച്ച് ഭഗവാനെയും വസുദേവരെയും ഒക്കെ വന്ദിച്ച് അവർ അവിടെ നിന്ന് പോവുകയാണ്. തം ദൃഷ്ട്വാ ദേവകീ ദേവി മൃദാഗമന നിർഗമം മേനേഷു വിസ്മിതാമായാം കൃഷ്ണസ്യ രചിതാം നൃപ. ഏവം വിധന്യദ്ഭുതാനി കൃഷ്ണസ്യ പരമാത്മന വീര്യാണ്യനന്തവീര്യസ്യ സന്ധ്യനന്ദാനി ഭാരത. സൂതാവാച യൈലമനുഷോ നിശ്രാവേ കാമരായേ ചരിതമൃതകീർത്തേ വർണ്ണിതം വ്യാസപുത്രേ ജഗദഗ്നജഗന്നൂരം ഭഗവതി കൃതചിത്തോ യാതിക്ഷേമധാമാ. സൂത ഉവാച നീലമനുഷനോ നിശ്രാവേ വാമുരാരേ ചരിതമൃതകീർത്തേ വർണ്ണിതം വ്യാസപുത്രേ ജഗദഗ്നജം തദ്ഭക്തസത്കർണപൂരം ഭഗവതി കൃതചിത്തോ യാതിക്ഷേമധാമാ. ഓം തത്സത്. ഫലം പറയുകയാണ്. ഇത് പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും ഒക്കെ അത്രയധികം നന്മ നിറഞ്ഞതാണ്. എല്ലാവർക്കും എല്ലാവിധ ക്ഷേമവും ഉണ്ടാകും. ഓം തത്സത്. ഈ ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഉദാഗ്രജനയനം നാമ പഞ്ചാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീമദ് മഹാഭാഗവത കീർത്തനത്തോടുകൂടി ഇന്നത്തെ ഭാഗവത പാരായണം ഭഗവാന്റെ തൃക്കാലത്തിൽ സമർപ്പിക്കുകയാണ്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദ കമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത. ഗദിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര തുളസീദാമോദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനകരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭഫലത ദേവാ ജയ ജയ ഭാഗവത. പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക ഗോപിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദ
मंदिरनाथ जय जगदीश हरे देवा जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूप जय जय भागवता देवा जय जय भागवता देवा जय जय भागवता देवा जय जय भागवता ओम सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद ओम नमो भगवते वासुदेवाय ओम श्री कृष्ण परमात्मने नमः ओम तत्सत् ശ്രീ ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗപ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം സമർപ്പിക്കുകയാണ്. ഓം തത്സത് വിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോകാരഗമ്യം ഗുണാതീതമവ്യ